405 ആണ്, പോസ്റ്റ് നമ്പർ 405 ആണ്. പിന്നെ അതുപോലെ തന്നെ ഈ പ്രോപ്പർട്ടി വരുന്നത് കാസർഗോഡ് ജില്ലയിലെ പെർള വാണിനഗര എന്ന സ്ഥലത്താണ്. വാണിനഗരത്തിൽ ഏകദേശം 2 കിലോമീറ്റർ ചുറ്റളവിലായിട്ടാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതാണ് റോഡ്, ഇങ്ങനെയാണ്. പക്ഷേ നമുക്ക് ഈ ഒരു സ്ഥലം കണ്ടല്ലോ. ഈ ഒരു വീഡിയോ നമുക്ക് മാക്സിമം കഴിവിൻ്റെ വേഗത്തിൽ അവസാനിപ്പിക്കേണ്ടതുള്ളത് കൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു രീതിക്കാണ് ഈ ഒരു വീഡിയോ ചെയ്ത് കാണിക്കുന്നത്. കാരണം ഒരു റബ്ബർ മരം, നല്ല റബ്ബർ മരം എന്നല്ല, ഒരു മീഡിയം സൈസിലുള്ള ഒരു റബ്ബർ മരമാണ്. കാരണം നമ്മൾ അറിയാമല്ലോ, BA ഗ്രൂപ്പിൽ സത്യസന്ധമായിട്ട് മാത്രം കാര്യം പറയുന്നത് കൊണ്ടാണ് ഇത് എടുത്ത് പറയേണ്ടി വരുന്നത്. എങ്കിലും പറയാതിരിക്കാനും വയ്യ. ഇതൊരു മീഡിയം തരത്തിലുള്ള റബ്ബർ മരമാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്ഥലത്ത് ചെരിവും ലെവലും മിക്സ് ആയിട്ടുള്ളതാണ്. ചെരിവെന്ന് പറഞ്ഞാൽ ഓവർ ചെരിവല്ല. പിന്നെ അതുപോലെ തന്നെ ഫാക്ടറി തുടങ്ങുകയാണെങ്കിൽ, ഫാക്ടറിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫാം തുടങ്ങുകയാണെങ്കിൽ ഇവിടുത്തെ റോഡ് എന്ന് പറഞ്ഞാൽ കണ്ടെയ്നർ ഒഴികെ ബാക്കി ഏത് വണ്ടിക്കും സുഖമായിട്ട് വരാൻ പറ്റുന്ന റോഡ് കൂടിയാണ്. ഓക്കെ, നിലവിൽ ഈ ഒരു കാണുന്ന റോഡുണ്ടല്ലോ, ഇത് ഭാവിയിൽ PWD റോഡായി മാറാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ അങ്ങനെ വരികയാണെങ്കിൽ ഈ ഒരു വഴി നമുക്ക് ഈ ഒരു വഴിയിൽ നിന്ന് കിന്നിങ്കാറി എത്തടിക്ക എന്ന സ്ഥലത്തേക്ക് കൂടി എളുപ്പത്തിൽ പോകാൻ പറ്റുന്ന ഒരു റോഡായി മാറും. ഓക്കെ, ഇതാണ് ആ പ്രോപ്പർട്ടി. പിന്നെ ഇതിൻ്റെ മറ്റ് കിലോമീറ്റർ കണക്കൊക്കെ ഞാനിതിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് വീഡിയോ ആ ടൈപ്പിംഗ് കൂടി ഒന്ന് കാണുക. ഓക്കെ, ഇങ്ങനെയാണ് മരം. ഈ ഒരു തരത്തിലാണ് ഈ മരം ഉള്ളത്. പിന്നെ ഇത് ചെത്ത് തുടങ്ങിയ മരമല്ല. ഓക്കെ, നല്ല മണ്ണ് ഏരിയയാണ്. ഓക്കെ, എടുത്ത് പറയാനുള്ള അതാണ്, കൃഷി എന്തെങ്കിലും ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ല മണ്ണ് ഏരിയയാണ്. ഓക്കെ, ഉണ്ടല്ലോ, ഇത് കാണുന്ന ലെവൽ സ്ഥലമാണ്. അപ്പോൾ ഇതിൽ ലെവലും ചെരിവും ഒക്കെ ഉണ്ട്. പിന്നെ കുറച്ച് തെങ്ങുണ്ട്. ഈ ഒരു ബണ്ണാണ് റബ്ബർ മരം ഉള്ളത്. ഇങ്ങനെയാണ്. ഓക്കെ, ഇത് റോഡാണ്. ഇതാണ് ഞാൻ പറഞ്ഞ PWD റോഡായി മാറാൻ ഉള്ള സാധ്യതയുണ്ടെന്ന്. ഈ ഒരു സ്ഥലത്തേക്ക് പെർള ടൗണിൽ നിന്ന് വെറും 10 കിലോമീറ്റർ മാത്രമാണ് ഇവിടത്തേക്ക് ദൂരമുള്ളത്. അതുപോലെ തന്നെ ബദിയടുക്ക ടൗണിലേക്ക് 17 കിലോമീറ്ററും പിന്നെ കാസർഗോഡ് മെഡിക്കൽ കോളേജ് 12 കിലോമീറ്ററും കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് 34 കിലോമീറ്ററുമാണ് ഇവിടത്തേക്കുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയൊക്കെ ഇതിൽ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ അറിയാമല്ലോ, 62 38 63 24 17. മറ്റൊരു നമ്പർ 81 57 07 33 70. ഈ 2 നമ്പറിലും വാട്സപ്പും കൂടി ലഭ്യമാണ്. അതുപോലെ തന്നെ ഇതിന് ഉടമസ്ഥൻ ആവശ്യപ്പെടുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ സെൻറ്റിന് വെറും 9,000 രൂപയാണ്. അതായത് 9,000 റുപ്പീസാണ് ഉടമസ്ഥൻ ആവശ്യപ്പെടുന്നത്. അതും നെഗോഷ്യബിൾ പ്രൈസാണ്. കുറച്ചൊക്കെ നീക്കുപോക്കിന് ഉടമസ്ഥൻ തയ്യാറാവും. ഓക്കെ, ഇങ്ങനെയാണ് പ്രോപ്പർട്ടി വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് കൂടാതെ മറ്റേതെങ്കിലും വീടോ സ്ഥലമോ അങ്ങനെയുള്ള ഏതെങ്കിലും ബിൽഡിങ്ങോ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടികൾ വിൽക്കാനുണ്ടെങ്കിലും വിൽക്കാൻ ഒരു കാര്യം ശ്രദ്ധിക്കുക, വിൽക്കാനുള്ള സ്ഥലം ഇത് പരസ്യപ്പെടുത്തിക്കൊണ്ട് വിൽക്കാൻ ആഗ്രഹിക്കുന്നവർ മാത്രം ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. അല്ലാതെ ഇപ്പോൾ വീഡിയോ ചെയ്യാൻ ഞങ്ങളെ ചിലർ വിളിച്ചിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ അത് വീഡിയോ അതിലൊന്നും ഗ്രൂപ്പിലൊന്നും പോസ്റ്റ് ചെയ്യേണ്ട എന്ന് പറയുന്ന പല ആൾക്കാരുണ്ട്. അപ്പോൾ അത്തരം ആൾക്കാരോട് പറയുക, ഞങ്ങൾ ഈ ഒരു സെയിൽ നടത്തുന്നത് അത് ചാനൽ വഴി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ചാനലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ട് ആ ചാനലിൽ വീഡിയോ കാണുന്നവർ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യും. അങ്ങനെയാണ് വിൽക്കുന്നത്. അപ്പോൾ അതിന് തയ്യാറുള്ളവർ മാത്രമാണ് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ഞങ്ങൾ ഒരുപാട് ദൂരം വന്നുകൊണ്ട് വീഡിയോ ചെയ്യുന്നത് അതാരുടെയും പേഴ്സണലായിട്ട് ആവശ്യപ്പെടുന്നവർക്ക് മാത്രം അയച്ചു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയല്ല. അത് ഒരിക്കൽ കൂടി എടുത്തു പറയുന്നു. അപ്പോൾ മാക്സിമം ഈ വീഡിയോ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ്, ബെല്ലൈക്കൻ എല്ലാം
ഫ്രഷ് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം ഞങ്ങളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ മാക്സിമം മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊണ്ട് നിങ്ങൾ മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിൽ കോളേജ്, സ്കൂള് എന്നിവ അടുത്തുണ്ട്. അതൊക്കെ നമുക്കൊരു ഫോട്ടോ സഹിതമായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആ ഒരു സ്കൂളിൻ്റെ കാഴ്ച ഇങ്ങനെ ഒരു ഫോട്ടോ സഹിതമായിട്ട് ഇങ്ങനെ കാണിച്ചു തരാം. ഓക്കെ മൈ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും സഹകരിക്കുക. താങ്ക് യു മൈ ഫ്രണ്ട്സ്.